ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് ഒരുപാട് സ്നാക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ നല്ല രുചിയുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് 3 ഉരുളക്കിഴങ്ങാണ്. പുഴുങ്ങിയിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നല്ലപോലെ ഉടച്ചെടുക്കുക. ഒട്ടും കട്ടയില്ലാതെ വേണം ഉടച്ചെടുക്കാനായിട്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ മോൻ കഴിക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ലെന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടും തന്നെ കട്ടിയില്ലാതെ ശ്രദ്ധിക്കുക കേട്ടോ. നല്ലപോലെ ഉടച്ചെടുക്കാൻ നോക്കുക. അപ്പം നല്ലോണം മിക്സ് ചെയ്ത് ഞാനിത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ്. അപ്പം അതൊന്ന് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളമായിരിക്കും 3 ഉരുളക്കിഴങ്ങിന്. അഥവാ നിങ്ങൾക്ക് ഭയങ്കര ലൂസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ 1 സ്പൂണും കൂടി ചേർത്ത് കൊടുത്തോളൂ. അപ്പം നല്ലോണം അരിപ്പൊടി ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ചെറുതായിട്ട് ഒട്ടുന്ന പരുവായിരിക്കും, കുഴപ്പമില്ല. അപ്പം ഇനി നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം. അപ്പം പരത്തിയെടുക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് പലകയിൽ കുറച്ച് ഇതുപോലെ ഓയിലാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്കൊരു ബോൾ പോലെ ആക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് ഇതൊന്ന് പരത്താനായിട്ട്. നമ്മളിത് കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ പരത്തുന്നത്, അല്ലാതെ നമ്മൾ ഭയങ്കര ബലം കൊടുത്ത് പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതൊരു ബോൾ പോലെ ആക്കി എടുക്കാം. ഒട്ടുന്ന പരുവൊക്കെ നമ്മൾ ഈ എണ്ണയിൽ വെച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ മാറിക്കോളും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് തിന്നാക്കി എടുക്കരുത്, ചെറിയൊരു കനത്തിൽ വേണം ചെയ്യാൻ. കാരണം നമ്മൾ ഇതിന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. തിന്നായി കഴിഞ്ഞാൽ എണ്ണയിൽ ഇടുമ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞു പോവും. അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് സ്ക്വയർ ആക്കി എടുക്കണം, അല്ലെങ്കിൽ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ആക്കി എടുക്കണം. അപ്പൊ 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ 4 സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ കത്തിയിലും കുറച്ച് എണ്ണ ആക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഇനി നമുക്ക് ഇതിനൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ എല്ലാം മൊത്തമായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പണി കഴിയും, അത്രേ പണിയുള്ളൂ. അപ്പൊ നടുക്കൊന്നും കട്ട് ചെയ്തിട്ട് ഇതേ ഞാൻ 1നെ 2 പീസാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ ഈ കനത്തിൽ വേണം ഉണ്ടാവാനായിട്ട്. ഇതിൽ കനം കൂടിയാലും കുഴപ്പമില്ല, കുറയാതിരിക്കണം. അപ്പൊ ഇനി നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാവുമ്പോൾ അതിൽക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടേ ഫ്രൈ ചെയ്യാവുള്ളൂ, അത് നിർബന്ധമാണ്, ഇല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ പൊടിഞ്ഞു പോവേ ഇല്ല. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പൊ ഒരു സൈഡ് റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി നേരമൊന്നും എടുക്കില്ല, കാരണം നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്ന് മൊരിഞ്ഞ് കിട്ടും. ഉൾഭാഗം അങ്ങനെ ഒരുപാട് വേവാനൊന്നും ഇല്ല, നമ്മൾ ഓൾറെഡി വേവിച്ചിട്ടുള്ളതാണ്. ആ അരിപ്പൊടി മാത്രമേ ഒന്ന് വേവാനുള്ളൂ. അപ്പൊ 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് ഇതെടുത്ത് മാറ്റാം. നല്ല ചൂടോടെ വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പൊ അതിന്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇത് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് എണ്ണയൊന്നും കുടിക്കില്ല. അപ്പൊ ഇതേപോലെ തന്നെ നല്ല ചൂടാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ളതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മുരിഞ്ഞിരിക്കണം, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്ന സ്നാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടീസിനൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പൊ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് പറയാം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ മറ്റൊരു കിടക്കുന്ന വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.